ബിഗ് ബോസാ? ബിഗ് ബോസ് കാണാറുണ്ട്. എന്ത് പറ്റി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ശ്രീലക്ഷ്മി പറ്റിയിട്ടൊരു പരാമർശം എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് തികച്ചും യോജിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും, അത്രേ ഉള്ളൂ. അല്ല, ആ ഒരു ഇത് പറയേണ്ടതെന്ന് തോന്നി. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. പിന്നെ അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് കണ്ടായിരുന്നു, കുറേ പേര് റിയാക്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത്, റിയാസിൻ്റെ ഒരു സ്റ്റോറി ആരൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീട്ടിലുള്ള കുട്ടീനെയൊക്കെ പറയുന്നത് തെറ്റാണ്. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറയാം, നമ്മളെ വീട്ടുകാരെ പറയാം, അല്ലെങ്കിൽ കുട്ടിയെ പറയാം എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു രീതിയിൽ റിയാസ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളിൽ നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷയില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലരും ചിലപ്പോൾ ഫേക്ക് ഫെമിനിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ റിയാസ് സലീമിനെ പോർട്രേ ചെയ്യുന്നത്. സോ നല്ല കാഴ്ചപ്പാടും ഒരുപാട് കാര്യങ്ങളിൽ അറിവുള്ള ഒരാളാണ് റിയാസ് സലീം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എൻ്റെ കാര്യത്തിൽ, എൻ്റെ എൻഗേജ്മെൻറ്റ് ടൈമിൽ എന്നോടുള്ള വൈരാഗ്യത്തിൽ എൻ്റെ വൈഫിനെ എന്ത് ചെയ്തു, ഇതിൽ ഡ്രാഗ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നല്ലത്. നമ്മളീ പറയുന്നതും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. റിയാസ് സലീം ബിഗ് ബോസ് കാണാറില്ല. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒക്കെ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആണ് ഇത്തരത്തിലുള്ള. ഞാൻ പറയാം വേസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ബ്രോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? വേസ്റ്റ് എന്ന് എന്തിനാ പറയുന്നത്? അവർ അത്രയും ആൾക്കാരിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടല്ലേ അതിൽ കുറച്ച് പേരായിട്ട്. റിയാസ് സലീം അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കുട്ടികളെ വെറുതെ എന്തിനാ ഡ്രാഗ് ചെയ്യുന്നത്? വീട്ടിലുള്ളവരെ ഡ്രാഗ് ചെയ്യുന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എല്ലാം വേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. റിയാസ് പറഞ്ഞു. റിയാസ് അങ്ങനെ പറഞ്ഞു. റിയാസിന്റെ അടുത്ത് പോയി ചോദിക്കും ബ്രോ. അങ്ങനെയുള്ള ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ആൾക്കാർ നിങ്ങളെ പോലെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഓരോരുത്തർ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ മോശമായിട്ട് അലിഗേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയാസിന് കണ്ടന്റ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്നെ വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ പറയാനുള്ള പറഞ്ഞു. റിയാസ് സലീം ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിലുണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? കാരണം കുട്ടികളെ ഇതിൽ ഡ്രാഗ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് തെറ്റ് തന്നെയാണ് റിയാസ് സലീം ഇത് കാണുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അത് ഇഫ് യു ആർ ലൈക്ക് അത് ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു, കുട്ടീനെ ഡ്രാഗ് ചെയ്യാതിരുന്നതിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നമ്മളൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. റിയാസ് സലീം ഈ LGBT കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് ഈ സ്വാധീനിച്ചിട്ട് അതിന് വിറ്റ് ജീവിക്കാമെന്ന് തോന്നുന്നുണ്ടോ റോബിന്? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ബ്രോ. ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ നല്ലതാണ്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും കൂടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. താങ്ക്സ്. താങ്ക് യു. തമ്മിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കയറിക്കേട്ടാൻ ശ്രമിച്ചു, പക്ഷേ കയറിയില്ല. ഈ അനുമോളുടെ ഒക്കെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? അനുമോളിന്റെ PR ആണോ? അല്ല, അനുമോളിനെ പറ്റി തന്നെ തോന്നി. ഞാൻ കാണാറില്ല. ഞാൻ ഒരു സംഭവം മാത്രമേ ഞാൻ കണ്ടുള്ളായിരുന്നു. എനിക്കത് അതിനെ കട്ടിയും കൂടുതൽ പറയാൻ അറിയത്തില്ല. അല്ല, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട്? ലാലേട്ടനാണ് ഞാൻ പറഞ്ഞ ലാലേട്ടനാണ് നന്നായി ഗെയിം കളിക്കുന്ന ഒരാള്. പിന്നെ എന്താ പറയാ, എല്ലാവരും കളിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക, എല്ലാവരും കളിക്കട്ടെ. ഇന്ന് കാണുന്ന കണക്കായിരിക്കത്തില്ല നാളെ. ഇന്നിപ്പോൾ ഒരാൾക്ക് ഹേറ്റഡ് ഉണ്ടെങ്കിൽ നാളെ അത് മാറാനുള്ള ചാൻസും ഉണ്ട്. സോ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു വ്യക്തിനെയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എല്ലാം മാറും, മനസ്സിലായില്ലേ? സോ അതിനനുസരിച്ച് നമ്മൾ പുറമേ ഉള്ള ആൾക്കാരും അത് കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക. ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഷോയിലേക്ക് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. കാരണം അങ്ങനെ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും? കഴിഞ്ഞ മസ്താനിയുടെ ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ ദേവലക്ഷ്മി നടത്തിയ ഒരു പരാമർശം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായല്ലേ? ഓക്കെ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് കണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു അഭിപ്രായം പറയും. പക്ഷേ പുള്ളിക്കാരി അത് കണ്ട കാര്യം അല്ലായിരുന്നു എന്ന് തോന്നി. അതൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ട കാര്യങ്ങൾ ഒരാൾ പറഞ്ഞ് കാണും, വെറുതെ വേണമെങ്കിൽ ഫേക്കായിട്ട് ഒരാൾക്ക് പറയാമല്ലോ ഒരു അലിഗേഷൻ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് തോന്നി. അല്ല, എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കത്തില്ലേ? എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കും. ഇപ്പം അതൊരു മസ്താനിയുടെ ഒരു ഗെയിം ആയിരുന്നെങ്കിലോ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി അതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞത് മസ്താനി വെറുതെ ലക്ഷ്മിനെ കൊണ്ട് അങ്ങനെ ലക്ഷ്മി ആകുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പം ഓക്കെ, ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ച് എടുത്തുചാടി. ആ എടുത്തുചാട്ടം കുറച്ച് നല്ലതാണ്. പക്ഷേ റിയാക്ട് ചെയ്തു പുള്ളിക്കാരി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. നാളെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും.
അല്ല ലക്ഷ്മി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ട് അടുത്ത വീട്ടിൽ ഗെയിം പോലും കളിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ അതിനകത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു കൊടി വെച്ചിട്ടുള്ള ആ ഗെയിമിലാണെങ്കിൽ ഞാൻ ഗെയിം കളിക്കാൻ മാറി നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ. അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഞാനൊരു ഗെയിമറായിട്ട് കളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട്. അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കതിൽ അഭിപ്രായം പറയാം, ക്രിറ്റിസൈസും ചെയ്യാം. ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാം. അതെനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തിരുത്താനും റെഡിയാണ്, അത്രേ ഉള്ളൂ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ആ മസ്താനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാമല്ലോ. ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായി. പക്ഷേ എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി മാറുകയും ചെയ്തു. അത് പുള്ളിക്കാരി ഗെയിം ആവാം. അവിടെ അപ്പോൾ എന്ത് സംഭവിച്ചു? ഒനിയലിൻ്റെ സപ്പോർട്ട് കൂടുകയും ചെയ്തു. ലക്ഷ്മിക്ക് അതെന്ത് ചെയ്തു? കുറച്ച് നെഗറ്റീവായി. അത് ചിലപ്പോൾ മസ്താനിയുടെ ഗെയിം ആയിരിക്കാം. ചിലർ ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഉൾപ്പെടും. മനസ്സിലായില്ല? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അക്ബറുമായിട്ടുള്ളൊരു വിഷയത്തിൽ യാതൊരു ബന്ധമില്ലാത്തൊരു വിഷയത്തിലാണ് അതിലേനും നൂറേനും. അല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് അതിൽ ഗെയിമായിട്ട് ഒരാളെ എടുത്ത് ചാടിപ്പിച്ചല്ലോ, ലക്ഷ്മിയായിട്ട് പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഇത് മസ്താനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, തെറ്റുകൾ ചെയ്താൽ തെറ്റുകളാണെന്ന് തന്നെ ഞാൻ പറയും. മനസ്സിലായില്ലേ? നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് കരുതിയിട്ട് ചെയ്തത് തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും വരത്തില്ല. തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ. ഇതിൽ കാരണം എല്ലാ പ്രേക്ഷകരും കാണും. പ്രേക്ഷകന്മാർ മണ്ടുമാരല്ല. ഇതിൽ എന്താണ് ഇപ്പോൾ ഇന്നിപ്പോൾ നെഗറ്റീവ് ഉണ്ടായി, നാളെ പോസിറ്റീവ് ഉണ്ടായിക്കൂടെ? ഇപ്പോൾ ഒരു വ്യക്തിനെ എപ്പോഴും ഒരു ഒറ്റ കാര്യത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ആ ഒരു വ്യക്തി മാറാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പുള്ളിക്കാരി ഇനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ നിലപാടുകൾ, എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കി അതനുസരിച്ച് ജഡ്ജ് ചെയ്യാം. ഇപ്പോൾ റോബിനും എൻ്റെ ലക്ഷ്മിനെ പുറത്ത് പറയാൻ ബിഗ് ബോസിൽ കാണുന്നുണ്ട്, അല്ലാണ്ട് പുറത്ത് പറയാൻ സുഹൃത്താണെന്ന് അറിയാം. ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത ആളാണ് ശരിക്കും ലക്ഷ്മി. അല്ല, അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്നോട് സംസാരിക്കാൻ നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടോടെയാണ് സംസാരിച്ചത്. മേ ബി ഓരോരുത്തർ എല്ലാം നമുക്ക് ഒരു വ്യക്തിനെ നമുക്ക് എല്ലാ രീതിയിലും അറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാൻ പറ്റുന്ന എങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 10-20% നമുക്ക് അറിയത്തുള്ളൂ. ഒരാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. മേ ബി ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്നേ ആകാം, നമുക്കറിയത്തില്ലല്ലോ. മനസ്സിലായില്ലേ? സോ നമുക്കിനി ഗെയിം കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ എല്ലാം നെഗറ്റീവാണോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിലിപ്പോൾ 1-2 ഇൻസിഡൻസ് ആണ് നടന്നത്. ഇത് ഞാൻ ഒരു വ്യക്തിനെ മാത്രമല്ല പറയുന്നത്, അതിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാവും. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ പോസിറ്റീവ് നോക്കാം. താങ്കളുടെ സീസണിലാണെങ്കിൽ ലക്ഷ്മി പ്രിയ ഒരു കുലസ്ത്രീ രീതിയിലുള്ള ഗെയിമാണ്. മനസ്സിലായി, കുലസ്ത്രീയാണെന്നൊന്നും പറയരുത്. മനസ്സിലായില്ലേ? പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതി. അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ സീസണിലുള്ള ലക്ഷ്മി പുള്ളിക്കാരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു, കളിക്കുന്നു. കാഴ്ചപ്പാടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. മനസ്സിലായി? തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ യോജിക്കാൻ പറ്റാത്തതെന്ന് പറയും. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് പറയും. അത് ലക്ഷ്മി മാത്രമല്ല, ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അങ്ങനെയാണ്. പിന്നെ എനിക്ക് പുറമേ കണ്ട ലക്ഷ്മി അല്ല അകത്ത്. മനസ്സിലായില്ലേ? കാരണം പുറമേ കണ്ട ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, അധികം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ കണക്ക് പലരും ഈ ഫാമിലീനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതി കണ്ടു കണ്ടന്റ് ആക്കാൻ വേണ്ടി. അതൊക്കെ സത്യസന്ധമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുത്താൽ നല്ലതായിരിക്കും. അത് ഈ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും ഇതേപോലെ തന്നെയാണ്. കാരണം അവരുടെ ഇപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ ആരൊക്കെയോ ഫേക്കായിട്ട് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ദിവസം കാണിക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അനുമോളുടെ കുറച്ച് ഗെയിംസ് കാണിക്കുന്നില്ല, അതല്ലെങ്കിൽ അക്ബറിന് കൂടുതൽ ഫേവറേസുമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫേവറേസും ബിഗ് ബോസ് കാണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? എൻ്റെ സീസണിലും തോന്നിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അവർ ഇഷ്ടപ്പെട്ടേ കാണിക്കത്തുള്ളൂ, അല്ലാത്തവരടുത്ത് ഇഷ്ടപ്പെടുത്ത് കാണിക്കത്തില്ല. അത്രേ ഉള്ളൂ സംഭവം. ബ്രോ, കഴിഞ്ഞ ദിവസം സിജോ മസ്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ക ചന്തയാണ്. ഞാൻ കണ്ടില്ല ബ്രോ, കണ്ടില്ല. കാണാത്തപ്പോൾ ഞാൻ ഇങ്ങനെ അഭിപ്രായം പറയാം. ഞാൻ അത് പറഞ്ഞായിട്ട് കണ്ടില്ല. ഞാൻ കണ്ടില്ല എന്ന് ഞാൻ ഈ പറഞ്ഞു. മസ്താന് ഓരോരുത്തരും കളിക്കുന്ന ഗെയിം ഓരോ രീതിയിലായിരിക്കും. മനസ്സിലായില്ലേ? അതിപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച്. ഞാൻ കുട്ടിയുടെ ഗെയിം അധികം കണ്ടിട്ടില്ല. ഈ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ജസ്റ്റ് ഓരോ ക്ലിപ്പിങ്സ് കാണുന്ന വെച്ചിട്ട് എനിക്ക് ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം വെച്ചിട്ട്, ഈ ഒന്നിയിൽ ഈ പറഞ്ഞ പോലെ മസ്താനിനെ വേട്ടച്ച് ചെയ്തെന്നുള്ള രീതിയിൽ അത് കണ്ടന്റ് ഈ പറഞ്ഞ എപ്പിസോഡിൽ വരുന്നു. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അതെന്താ സംഭവം? അത് എനിക്കങ്ങനെ അറിയാം. അത് അവരുടെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. ഇത് അതൊരു ഇത്രയും വിവാദമായ ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം. അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല. പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മസ്താനി അങ്ങനെ പോയി സംസാരിച്ചു, ലക്ഷ്മിയുടെ അടുത്ത് പോയി അങ്ങനെ പറഞ്ഞു. കാരണം ലക്ഷ്മി ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. അതൊക്കെ അവരുടെ ഗെയിമാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ ലക്ഷ്മി അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എപ്പിസോഡിൽ ബിഗ് ബോസ് അത് കാണിക്കുന്നില്ല. കാണിക്കുന്നില്ലേ? എൻ്റെ പൊന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, ഇത് അവരല്ലേ കാണിക്കേണ്ടത്. കാണിച്ചില്ലെങ്കിൽ ചോദിക്കും വൈ ബിഗ് ബോസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല. റോബിനോട് കാര്യം ചോദിക്കട്ടെ, ഇപ്രാവശ്യം ബിഗ് ബോസിലെ ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. റോബിനുള്ള സമയത്ത് ബിഗ് ബോസിന് ആദ്യം നിലപാടുണ്ടായിരിക്കണം, ഒന്നിൽ അടിയുറച്ച് നിൽക്കണം, ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇതേപോലെ അതിന് ഏത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഏത് ചാനൽ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അത് പണ്ട് എൻ്റെ നിലപാടിൽ ഞാൻ അടിയുറച്ച് ഇരുന്നുകൊണ്ടാണ് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായത്. പക്ഷേ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഇതിപ്പോൾ പറഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ രീതിയിലാണ് അവർ കാര്യങ്ങൾ ഫേവറേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. ബിഗ് ബോസിനെതിരെ പറഞ്ഞ അവരുടെ കരിയർ നശിപ്പിക്കുന്നത്, കരിയർ നശിപ്പിക്കും, അത് ശ്രമിക്കും ഒബ്വിയസ്ലി. പിന്നെ ഒരു കോർപ്പറേറ്റ് ചാനൽ അഗൻസ്റ്റ് ആയിട്ട് നിന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ചാനൽ ഒരു ഷോവിന് അഗൻസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരിയറൊക്കെ നശിപ്പിക്കും. പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് പുറത്ത് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല, പുല്ല് വില കളിപ്പിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ വേണം, നമ്മളെ എതിരാളികൾ വലുതാകുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക്. എൻ്റെ ലൈഫിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. ഇനിയും വരും, ഇനിയും ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക, വരും, തിരിച്ചു വരും. റോബിനെ മൊത്തത്തിലൊന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു ഇതിനെതിരെ പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. അതെല്ലാം വരും, തിരിച്ചു വരും. ഈ ജിസയിലെ ഹിന്ദി ബിഗ് ബോസ് കയറിയിട്ടാണ് മലയാളത്തിൽ വന്നത്. അതുപോലെ റോബിൻ ഇനിയിപ്പോൾ വേറെ എനിക്ക് ബിഗ് ബോസ് ഞാൻ ഇനി നോക്കുന്നില്ല ബ്രോ. ദാറ്റ്സ് ഇറ്റ്. ബിഗ് ബോസ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. നല്ല തമ്മിലുണ്ടേ, നല്ല കുട്ടികളെ ഞാൻ നോക്കും. അടുത്ത പ്രാവശ്യം എന്നിട്ടേ കണ്ടന്റ് വരും. എല്ലാവരും നല്ല തമ്മിലിടുക കാണും. നല്ല ഇതാണെങ്കിൽ ഞാൻ സ്റ്റോറി ഇടും കേട്ടോ, ഞാൻ ഇട്ടിട്ടുണ്ട് പലർക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് മറ്റേ വാച്ചകന് വാച്ച് മതിയാ? ആരെ വാച്ചാന്ന് ഗസ് ചെയ്യൂ? ഇല്ല, അറിയില്ല. ആരെ പറയൂല. സർപ്രൈസാ, പറയൂല. ലാലേട്ടൻ ഞാൻ പറയൂല. ലാലേട്ടൻ്റെ വാച്ച്. അടിപൊളി. അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്.